നമസ്കാരം. TCV പ്രൈം ടൈം ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. 50ന്റെ തിളക്കത്തിൽ തിരൂർ നഗരസഭ. നഗരവികസനത്തിന് രാഷ്ട്രീയം നോക്കാതെ ഒന്നിച്ചു നിൽക്കണമെന്ന് മന്ത്രി വി അബ്ദുറഹ്മാൻ. ഏതു പദ്ധതിക്കും പൂർണ്ണ പിന്തുണയെന്ന് മന്ത്രിയുടെ ഉറപ്പ്. തിരൂർ നഗരസഭയുടെ സുവർണ ജൂബിലി ആഘോഷത്തിന് തുടക്കമായി. പാർലമെന്ററി ജീവിതത്തിന് തുടക്കമിട്ട തിരൂർ നഗരസഭയുടെ സ്വീകരണം ഏറ്റുവാങ്ങി മന്ത്രി അബ്ദുറഹ്മാൻ. മാധ്യമപ്രവർത്തകനെ മർദ്ദിച്ച തിരൂർ CIക്കെതിരെ നടപടി വൈകുന്നു. പ്രതിഷേധിച്ച KRMU നിൽപ്പ് സമരം സംഘടിപ്പിച്ചു. ഇന്ധനവില വർധനവിനെതിരെ സൈക്കിൾ റാലിയുമായി കോൺഗ്രസ്. തിരൂരിലും തിരുനാവായിലും പ്രതിഷേധം സംഘടിപ്പിച്ചു. കടകൾ തുറക്കുന്ന കാര്യത്തിൽ ആരോടും പാർഷ്വാലിറ്റി കാണിച്ചിട്ടില്ലെന്നും ഘട്ടം ഘട്ടമായി തുറന്നുകൊടുക്കാൻ തന്നെയാണ് സർക്കാർ ശ്രമിക്കുന്നതെന്നും കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ പറഞ്ഞു. പ്രതിദിന കോവിഡ് പരിശോധനകളുടെ എണ്ണം കുറഞ്ഞു. കേരളത്തിൽ 7798 പേർക്ക് കോവിഡ് ബാധ. പരിശോധിച്ചത് 85,307 സാമ്പിളുകൾ. DPR 9.14%. 100 മരണങ്ങൾ കൂടി സ്ഥിരീകരിച്ചു. 11,447 പേർ രോഗമുക്തി നേടി. മലപ്പുറത്ത് 722 പേർക്ക് വൈറസ് ബാധിച്ചു. DPR 9.64%. 1485 പേർക്ക് രോഗമുക്തി. ആകെ മരണസംഖ്യ 1308. വിശദമായ വാർത്തകളിലേക്ക്. നഗരവികസനത്തിന് ഒന്നിച്ചു നിൽക്കണം. ഏതു പദ്ധതിക്കും പൂർണ്ണ പിന്തുണയുണ്ടാകുമെന്ന് കേരള കായിക വഖഫ് റെയിൽവേ മന്ത്രി വി അബ്ദുറഹ്മാൻ പറഞ്ഞു. 50ാം വർഷം പൂർത്തിയാക്കുന്ന തിരൂർ നഗരസഭയുടെ സുവർണ ജൂബിലി ആഘോഷത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് ലോഗോ പ്രകാശനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തിരൂർ നഗരത്തിലെ വികസന പ്രശ്നങ്ങൾക്ക് ഉടൻ പരിഹാരമാകുമെന്നും അതിന് തന്നാലാവുന്നത് ചെയ്യുമെന്നും കേരള കായിക വഖഫ് റെയിൽവേ മന്ത്രി വി അബ്ദുറഹ്മാൻ പറഞ്ഞു. നഗരസഭ രൂപീകരിച്ച് 50ാം വർഷം പൂർത്തിയാക്കുന്ന തിരൂർ നഗരസഭയുടെ സുവർണ ജൂബിലി ആഘോഷത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് ലോഗോ പ്രകാശനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ഈ നഗരം വലുതാകേണ്ടത് നമ്മളൊക്കെ കളിച്ചു നമ്മുടെ ആവശ്യമാണ്. ഈ നഗരത്തിൽ പുതിയ കച്ചവട സ്ഥാപനങ്ങൾ ഉണ്ടാവണം, ചെറിയ ചെറിയ വ്യവസായ സ്ഥാപനങ്ങൾ ഉണ്ടാവണം. എങ്കിൽ മാത്രമേ നമുക്ക് സ്വന്തമായി ജോലി തന്നെ ലഭ്യമാകുള്ളൂ. ഈ 2 പദ്ധതിയിൽ അന്ന് നമ്മൾ കണക്കാക്കിയ ഏകദേശം 1000-ഓളം തദ്ദേശീയർക്ക് തൊഴിൽ കിട്ടുമെന്നാണ്. പുതിയ ഷോപ്പ് റൂമുകൾ, പുതിയ ബസ് സ്റ്റാൻഡുകളൊക്കെ വരുമ്പോൾ ആ രീതിയിലാണ് നമ്മളതിനെ വിഭാവന ചെയ്യുന്നത്. സ്റ്റേഡിയം ഉന്നത നിലവാരത്തിലെത്തിക്കുന്നതിന് കായിക വകുപ്പ് സഹായം ചെയ്യും. പൊന്മുണ്ടം ബൈപ്പാസ് യാഥാർത്ഥ്യമാക്കുന്നതിന് ശ്രമങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. സ്വപ്നനഗരി പദ്ധതി യാഥാർത്ഥ്യമാക്കാൻ എല്ലാ പിന്തുണയും മന്ത്രി വാഗ്ദാനം ചെയ്തു. വികസനത്തിൽ രാഷ്ട്രീയ മാനങ്ങൾ വിലങ്ങുതടിയാവില്ല. അതാണ് സർക്കാരിന്റെ നയം, മന്ത്രി പറഞ്ഞു. നിങ്ങൾ ആ സ്റ്റേഡിയം നിർമ്മിക്കുമ്പോൾ അതിൽ നിന്നും ഒരു പങ്ക് ആ സ്റ്റേഡിയം മൈൻ്റനൻസിന് വേണ്ടി മാറ്റിവെക്കുക. ഇന്ന് നമ്മുടെ ബഹുമാനപ്പെട്ട മുൻ MLA ശ്രീ മമ്മൂട്ടി അദ്ദേഹത്തിന്റെ ഫണ്ടിൽ നിന്നും നമുക്കവിടെ ട്രാക്ക് നിർമ്മിച്ചു തന്നു. പക്ഷേ ഇന്നത് മൈൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ നമുക്ക് കഴിയുന്നില്ല. അത്തരത്തിലുള്ള സംഭവങ്ങൾ ഇനിയും ഞാൻ പറയാം. കൊച്ചിയിലെ രാജ്യാന്തര സ്റ്റേഡിയങ്ങൾ, മഹാരാജ സ്റ്റേഡിയം ഒക്കെ നശിച്ചു പോവുകയാണ് എന്ന് അതിന് പ്രതിവിധി എന്നോണം സ്പോർട്സ് കേരള ലിമിറ്റഡ് എന്നൊരു കമ്പനി അടുത്ത മാസം ഞാൻ ചെയർമാനായിക്കൊണ്ട് തന്നെ തുടങ്ങാൻ പോവുകയാണ്. ബന്ധപ്പെട്ട പദ്ധതികൾ, നമ്മുടെ പ്രൊജക്റ്റുകൾ അത് വേണ്ട വിധത്തിൽ വിവരിച്ചു കൊടുത്തുകൊണ്ട് തന്നെ ഒരു നാടിന്റെ ആവശ്യകത ഇതാണെന്ന് ബോധ്യപ്പെടുത്താൻ, അധികാരികളെ ബോധ്യപ്പെടുത്താൻ നമുക്ക് കഴിഞ്ഞാൽ അവിടെ രാഷ്ട്രീയത്തിന് അതീതമായി വികസനം എത്തിച്ചേരുമെന്ന കാര്യത്തിൽ നിങ്ങൾക്ക് ഒരു സംശയം വേണ്ട. ഈ ഗവൺമെന്റ് പ്രതിജ്ഞാബദ്ധമാണ്. കാരണം കഴിഞ്ഞ കിഫി പദ്ധതിയിൽ കോടിക്കണക്കിന് രൂപ ഈ സംസ്ഥാനത്തിന്റെ വികസന പ്രവർത്തനങ്ങൾക്ക് നമ്മൾ ചെലവഴിച്ചിട്ടുണ്ട്. സംസ്ഥാനത്തിൽ കക്ഷികൾ മാറി മാറി വരും. ഓരോ കക്ഷികളിലും രാഷ്ട്രീയം വേറെയാണെങ്കിലും ഗവൺമെന്റ് ഒന്നാണ്, അതിന് ലക്ഷ്യമൊന്നാണ്. അതുകൊണ്ട് തന്നെ ആ ലക്ഷ്യത്തിൽ എത്തിച്ചേരാൻ നിങ്ങളും ഈ ഗവൺമെന്റുമായി ആവശ്യമുള്ള എല്ലാ രാഷ്ട്രീയമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകും, അത് നമുക്ക് മാറ്റിവെക്കാം. വികസനത്തിൽ രാഷ്ട്രീയമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങളെ മാറ്റിവെച്ചുകൊണ്ട് തിരൂരിന്റെ സമഗ്രമായ വികസനത്തെ ഒന്നിച്ചു നിൽക്കാൻ തയ്യാറായാൽ തീർച്ചയായും ആ ഒരു രീതി പിന്തുടരാൻ തീർച്ചയായും നിങ്ങളുടെ മുൻപിൽ ജ്ഞാനം ഉണ്ടാകുമെന്ന് ഉറപ്പ് നൽകിക്കൊണ്ട് സ്വീകരണത്തിന്
ചടങ്ങിൽ നഗരസഭാ ചെയർപേഴ്സൺ AP നസീമ അധ്യക്ഷയായിരുന്നു. നമുക്കറിയാം, വളരെയധികം സന്തോഷത്തോടെ ഇന്ന് നമ്മുടെ തിരൂർ നഗരസഭയിൽ നിന്നും രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങിയ, ഇന്ന് നല്ല രീതിയിൽ ഒരു മന്ത്രിസ്ഥാനം അലങ്കരിക്കുന്ന ശ്രീ വി അബ്ദുറഹ്മാൻ അവറുകളെ നമ്മുടെ തിരൂരിലേക്ക്, നമ്മുടെ തിരൂർ നഗരസഭയുടെ 50-ാം വാർഷികം ആഘോഷിക്കാൻ തയ്യാറെടുക്കുന്ന ഈ വേളയിലേക്ക് നമ്മൾ ആദരപൂർവ്വം ക്ഷണിക്കുകയും അദ്ദേഹം ക്ഷണം സ്വീകരിച്ചെത്തുകയും ചെയ്തു. വളരെയധികം സന്തോഷം. ഈ തിരൂരിനെ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവന്ന് ഇനിയും ഒരുപാട് വികസനമായ ഒരു കാഴ്ചപ്പാടോടുകൂടി ഒരുപാട് ജനങ്ങൾ നോക്കിക്കാണുന്നുണ്ട്. അതിന് ബഹുമാന്യനായ നമ്മുടെ മന്ത്രിയുടെയും പ്രിയങ്കരനായ MLA-യുടെയും എല്ലാവിധ പിന്തുണയും ഈ സമയത്ത് ഞാൻ ആവശ്യപ്പെടുകയാണ്. കുർക്കോളി മൊയ്തീൻ MLA മുഖ്യാതിഥിയായി പങ്കെടുത്തു. തിരൂർ സബ് കളക്ടർ സൂരജ് ഷാജി IAS വിശിഷ്ടാതിഥിയായി പങ്കെടുത്തു. നഗരസഭാ വൈസ് ചെയർമാൻ P രാമൻകുട്ടി, സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷന്മാരായ ബിജിത T, അഡ്വക്കേറ്റ് S ഗിരീഷ്, KK സലാം മാസ്റ്റർ, C സുബൈദ, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ K ഇബ്രാഹിം ഹാജി, അഡ്വക്കേറ്റ് P ഹംസക്കുട്ടി, യാസർ പയ്യോളി, അഡ്വക്കേറ്റ് ദിനേശ് പൂക്കയിൽ, ശശി പരാരമ്പത്ത്, തിരൂർ DYSP സുരേഷ് ബാബു, തഹസിൽദാർ ഉണ്ണി, PP അബ്ദുറഹ്മാൻ, നിസാം VK, മുനിസിപ്പൽ എഞ്ചിനീയർ രാമചന്ദ്രൻ, മുനിസിപ്പൽ സെക്രട്ടറി ശിവദാസൻ തുടങ്ങിയവർ സംസാരിച്ചു. മന്ത്രിക്കുള്ള ഉപഹാരം നഗരസഭാ ചെയർപേഴ്സൺ AP നസീമ കൈമാറി. കുർക്കോളി മൊയ്തീൻ MLA-ക്കുള്ള ഉപഹാരം വൈസ് ചെയർമാൻ P രാമൻകുട്ടിയും നൽകി. മുനിസിപ്പൽ കൗൺസിലർമാർ, ജീവനക്കാർ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. പാർലമെന്ററി ജീവിതത്തിന് തുടക്കമിട്ട തിരൂർ നഗരസഭയുടെ പൗരസ്വീകരണം ഏറ്റുവാങ്ങി മന്ത്രി അബ്ദുറഹ്മാൻ. ജന്മനാടിന്റെ സ്വീകരണം ഏറെ സന്തോഷം നൽകുന്നതെന്ന് മന്ത്രി. സ്റ്റേഡിയം വികസനം ഉൾപ്പെടെ മന്ത്രിയുടെ ശ്രദ്ധ ക്ഷണിച്ച് നഗരസഭാ അധ്യക്ഷയുടെ നിവേദനം. നഗരസഭയുടെ പദ്ധതികൾക്ക് പൂർണ്ണ പിന്തുണയുണ്ടാകുമെന്ന് മന്ത്രിയുടെ ഉറപ്പ്. പാർലമെന്ററി ജീവിതത്തിന് തുടക്കമിട്ട തിരൂർ നഗരസഭ ഒരുക്കിയ പൗരസ്വീകരണം നിറഞ്ഞ സന്തോഷത്തോടെയാണ് മന്ത്രി വി അബ്ദുറഹ്മാൻ ഏറ്റുവാങ്ങിയത്. സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷൻ, വൈസ് ചെയർമാൻ പദവികൾ വഹിച്ച നഗരസഭയിലേക്കെത്തിയ കായിക വകുപ്പ് മന്ത്രിയെ നഗരസഭാ കവാടത്തിൽ നിന്നും നഗരസഭാ അധ്യക്ഷ AP നസീമയുടെ നേതൃത്വത്തിൽ സ്വീകരിച്ച് കൗൺസിൽ ഹാളിലെത്തിച്ചു. ജന്മനാട് നൽകിയ സ്വീകരണം വലിയ സന്തോഷം നൽകുന്നതാണെന്ന് മന്ത്രി പറഞ്ഞു. തന്റെ ഭരണകാലയളവിൽ കൊണ്ടുവന്ന ചില പദ്ധതികൾ തുടങ്ങിയെടുത്ത് തന്നെ നിൽക്കുന്ന കാര്യം മന്ത്രി പ്രസംഗത്തിൽ സൂചിപ്പിച്ചു. ഓവർബ്രിഡ്ജുമായി ബന്ധപ്പെട്ട 2 റോഡുകളും ഇതുമായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട MLA ഒരു സബ്മിഷൻ കഴിഞ്ഞ നിയമസഭയിൽ കൊണ്ടുവന്നിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ഇന്നലെയും ഒരു മീറ്റിംഗ് നടന്നതാണ് എൻ്റെ വിവരം. ബഹുമാനപ്പെട്ട MLA ആ മീറ്റിംഗിൽ പങ്കെടുത്തിട്ടില്ല. ബഹുമാനപ്പെട്ട PWD മന്ത്രി ഇതുമായി ബന്ധപ്പെട്ട് MLA-യോട് അവരുടെ ആവശ്യങ്ങൾ എന്താണെന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം രേഖപ്പെടുത്തിയിട്ടുണ്ടാവും. അതോടൊപ്പം തന്നെ താഴെപ്പാലത്തിൻ്റെ AS ഇപ്പോൾ ലഭ്യമായിട്ടുണ്ട്. അത് DS ആയി അടുത്ത് തന്നെ നിങ്ങൾക്ക് അത് ടെൻഡർ ആകുമ്പോൾ ആ അപ്രോച്ച് റോഡിൻ്റെ പണി നമുക്ക് ഉടൻ തന്നെ പൂർത്തിയാക്കാൻ കഴിയും. അത്തരത്തിലുള്ള നിരവധി പദ്ധതികളുണ്ട്. ഇന്ന് പൊന്മണ്ട ബൈപ്പാസുമായി ബന്ധപ്പെട്ട വിഷുപാടത്തു നിന്നും വരുന്ന ആ ഭാഗം മണ്ണിട്ട് ഉയർത്തുന്ന പദ്ധതി. തിരൂർ പട്ടണം കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു പട്ടണമാണ്. കാരണം മലയാള ഭാഷാ പിതാവിൻ്റെ ജന്മനാടായ ഈ പട്ടണത്തെ വളർത്തിയെടുക്കേണ്ടത് ഈ നാട്ടിലെ മലയാളികളായിട്ടുള്ള നമ്മുടെ കടമ കൂടിയാണെന്ന് നിങ്ങൾ ഓർക്കണം. ഇതിനുവേണ്ടി നിങ്ങൾ ഒരുക്കുന്ന ഏത് പദ്ധതിക്കും പൂർണ്ണമായ പിന്തുണ ഈ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് പറയാൻ ആഗ്രഹിക്കുക. നഗരവികസനത്തിന് തയ്യാറാക്കുന്ന പദ്ധതികൾക്ക് പൂർണ്ണ പിന്തുണയുണ്ടാകുമെന്നും മന്ത്രി ഉറപ്പു നൽകി. നഗരസഭാ സ്റ്റേഡിയം വികസനം ഉൾപ്പെടെ നിരവധി പദ്ധതികൾ യാഥാർത്ഥ്യമാക്കുന്നതിനു വേണ്ടിയുള്ള നിവേദനമാണ് മന്ത്രിക്ക് ചെയർപേഴ്സൺ നൽകിയത്. മാധ്യമപ്രവർത്തകനെ ആക്രമിച്ച സംഭവത്തിൽ നടപടി വൈകുന്നതിനെതിരെ KRMയുടെ നേതൃത്വത്തിൽ പ്രതിഷേധിച്ചു. തിരൂരിൽ നിൽപ്പ് സമരം നടത്തി. നിൽപ്പ് സമരം KRM സംസ്ഥാന സെക്രട്ടറി PR ഹരികുമാർ ഉദ്ഘാടനം ചെയ്തു. മാധ്യമപ്രവർത്തകനെ ആക്രമിച്ച സംഭവത്തിൽ തിരൂർ CIക്കെതിരെ നടപടി വൈകുന്നതിൽ പ്രതിഷേധിച്ചാണ് KRMO തിരൂരിൽ നിൽപ്പ് സമരം സംഘടിപ്പിച്ചത്. മലപ്പുറം പ്രസ് ക്ലബ് സെക്രട്ടറിയും മാധ്യമം സ്റ്റാഫ് റിപ്പോർട്ടറുമായ KPM റിയാസിനെ അകാരണമായി മർദ്ദിച്ച CIയുടെ നടപടി അപലപനീയമാണെന്നും സംഭവം നടന്ന 4 ദിവസമായിട്ടും ആശുപത്രിയിൽ കഴിയുന്ന മാധ്യമപ്രവർത്തകന്റെ മൊഴിയെടുക്കാത്തത് പ്രതിഷേധാർഹമാണെന്നും ഭാരവാഹികൾ പറഞ്ഞു. നിൽപ്പ് സമരം KRMO സംസ്ഥാന സെക്രട്ടറി PR ഹരികുമാർ ഉദ്ഘാടനം ചെയ്തു.
മാധ്യമ റിപ്പോർട്ടറുമായ റിയാസിനെ മർദ്ദിച്ച സംഭവത്തിൽ പോലീസ് ഇപ്പോഴും ഈ സമയത്ത് ഇത്ര ദിവസം കഴിഞ്ഞിട്ടും വളരെ അലംഭാവം കാണിക്കുന്ന ഒരു സമീപനം ഉണ്ടായിട്ടുണ്ട്. ആശുപത്രിയിൽ കഴിയുന്ന റിയാസിൻ്റെ മൊഴിയെടുക്കാൻ പോലും തിരൂർ പോലീസ് തയ്യാറായിട്ടില്ല. കഴിഞ്ഞ ദിവസമാണ് CIയുടെ മർദ്ദനമേറ്റ് മാധ്യമപ്രവർത്തകനായ റിയാസ് ആശുപത്രിയിൽ പ്രവേശിക്കപ്പെടുന്നത്. അദ്ദേഹത്തിൻ്റെ കൈക്കും കാലിനുമടക്കം ഗുരുതരമായ പരിക്കേറ്റിട്ടും പോലീസ് സ്ഥലത്തെത്താനോ മൊഴിയെടുക്കാനോ തയ്യാറായിട്ടില്ല. ഇത് പോലീസിൻ്റെ മൊത്തം ഒരു അലംഭവമായി നമുക്ക് കാണാൻ കഴിയില്ലെങ്കിലും തിരൂർ CIയുടെ ഭാഗത്തുണ്ടായ തുടർച്ചയായ അനാസ്ഥകളുടെ തെളിവാണ്. അനാസ്ഥകളുടെയും അലംഭാവത്തിൻ്റെയും ആക്രമണത്തിൻ്റെയും ഒരു തെളിവായി വേണം ഈ മാധ്യമപ്രവർത്തകരോടുള്ള ഈ അക്രമത്തെ കാണാൻ. സ്വന്തം വീട്ടിലേക്ക് സാധനം വാങ്ങാൻ പോയ മാധ്യമപ്രവർത്തകന് പോലും ഇത്തരത്തിലുള്ള ഒരു അനുഭവം ഉണ്ടെങ്കിൽ CIയുടെ പരിധിയിലുള്ള മറ്റ് സാധാരണക്കാരുടെ അവസ്ഥ എന്തായിരിക്കുമെന്ന് നമുക്ക് ചിന്തിക്കാവുന്നതാണ്. എന്തായാലും മുഖ്യമന്ത്രി ഇന്നലെ പറഞ്ഞിട്ടുണ്ട് ഇതിനെതിരെ നടപടി ഉണ്ടാവും, പരിശോധന ഉണ്ടാവും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ നിമിഷം വരെ ആ മാധ്യമപ്രവർത്തകൻ റിയാസിൻ്റെ നമ്മുടെ സഹപ്രവർത്തകൻ്റെ ഒരു മൊഴിയെടുക്കാൻ പോലും തിരൂർ പോലീസ് തയ്യാറാവാത്തത് പ്രതിഷേധമാണ്. മേഖലാ പ്രസിഡന്റ് ജംഷീർ കൊടിഞ്ഞി അധ്യക്ഷനായിരുന്നു. ജില്ലാ ട്രഷറർ ഷഫീർ ബാബു, മേഖലാ സെക്രട്ടറി ബൈജു അരിക്കാഞ്ചിറ, ട്രഷറർ സുബൈർ കലൻ, വൈസ് പ്രസിഡന്റുമാരായ യാസീൻ, പി ഷറഫു, AP ഷഫീഖ്, രാഹുൽ പുത്തൂരത്ത്, ഷാജി വി കാരട്ട, സലീം തണ്ണീർച്ചാൽ, VK റഷീദ്, അൻവർ, ശ്രീരാഗ് ബലൂണി, അൽവിക്കുട്ടി തുടങ്ങിയവർ സംബന്ധിച്ചു. മാധ്യമപ്രവർത്തകനെ മർദ്ദിച്ച പോലീസുകാർക്കെതിരെ നടപടി വേണമെന്ന് ET മുഹമ്മദ് ബഷീർ MP. അകാരണമായി മാധ്യമപ്രവർത്തകനെ മർദ്ദിച്ച സംഭവത്തെ ET മുഹമ്മദ് ബഷീർ അപലപിച്ചു. മലപ്പുറം പ്രസ് ക്ലബ് സെക്രട്ടറിയും മാധ്യമം ദിനപത്രം റിപ്പോർട്ടറുമായ KPM റിയാസിനെ അകാരണമായി മർദ്ദിച്ച പോലീസ് നടപടിയിൽ മുസ്ലിം ലീഗ് ദേശീയ ഓർഗനൈസിംഗ് സെക്രട്ടറി ET മുഹമ്മദ് ബഷീർ MP പ്രതിഷേധിച്ചു. കോവിഡ് പ്രോട്ടോകോളിന്റെ മറവിൽ പോലീസ് നടത്തുന്ന അതിക്രമം അംഗീകരിക്കാൻ കഴിയില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. റിയാസ് പ്രോട്ടോകോൾ ലംഘിച്ചില്ലെന്ന് CCTV ദൃശ്യങ്ങൾ വരെ തെളിയിച്ചിട്ടും കള്ളക്കേസെടുത്ത പോലീസ് നടപടി നീതീകരിക്കാനാവില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. റിയാസ് മർദ്ദനമേറ്റ് ചികിത്സയിൽ കഴിയുന്ന വിവരം ഉന്നത ഉദ്യോഗസ്ഥരെ വരെ അറിയിച്ചിട്ടും ഇതുവരെ റിയാസിന്റെ മൊഴി രേഖപ്പെടുത്താത്തത് അംഗീകരിക്കാനാകില്ലെന്നും കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നും ET മുഹമ്മദ് ബഷീർ MP പറഞ്ഞു. ചികിത്സയിലുള്ള റിയാസിനെ ഫോണിൽ വിളിച്ച് അദ്ദേഹം പിന്തുണ അറിയിച്ചു. കടകൾ തുറക്കുന്ന കാര്യത്തിൽ ആരോടും പാർഷ്യാലിറ്റി കാണിച്ചിട്ടില്ലെന്നും ഘട്ടം ഘട്ടമായി തുറന്നുകൊടുക്കാൻ തന്നെയാണ് സർക്കാർ ശ്രമിക്കുന്നതെന്നും കായിക വകുപ്പ് മന്ത്രി V അബ്ദുറഹ്മാൻ പറഞ്ഞു. രോഗവ്യാപനം കുറയ്ക്കുകയാണ് സർക്കാരിന്റെ ലക്ഷ്യം. എല്ലാ മേഖലയിലും പ്രതിസന്ധിയുണ്ട്. പെരുന്നാളിന് ഇളവുകൾ ഉണ്ടോ എന്ന കാര്യത്തിൽ മുഖ്യമന്ത്രി തീരുമാനമെടുക്കുമെന്നും മന്ത്രി അബ്ദുറഹ്മാൻ പറഞ്ഞു. നോക്കൂ, ഇത് ലോകത്ത് മുഴുവൻ COVID-19 ബന്ധപ്പെട്ട് പ്രശ്നങ്ങൾ നടക്കുക. സാമ്പത്തിക മേഖല നന്നായിട്ട് അടിത്തറ തകർന്നു വരികയാണ്. സ്വാഭാവികമായും നമുക്ക് മനുഷ്യൻ്റെ ജീവൻ രക്ഷിക്കുക എന്നുള്ള പ്രഥമമായിട്ടുള്ള പരിഗണനയാണ് ഗവൺമെൻറ്റിനുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ യാതൊരു തരത്തിലെ പാർഷ്യാലിറ്റിയും ആരോടും കാണിക്കുന്നില്ല. ഘട്ടം ഘട്ടമായി ഈ മേഖലകൾ തുറന്നു കൊടുക്കണം എന്ന് തന്നെയാണ് ഗവൺമെൻറ് ഉദ്ദേശിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട ഉന്നതതല കമ്മിറ്റികൾ ഇതുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുന്നത് നടപ്പിലാക്കുന്നത് മാത്രമാണ്. ഇതിലൊരു ഗവൺമെൻറ് സ്വന്തമായി ഒരു തീരുമാനമെടുത്താൽ ഈ രോഗവ്യാപനം കൂടിക്കഴിഞ്ഞാൽ വീണ്ടും അത് പ്രശ്നത്തിലേക്ക് പോകും. നോക്കൂ, ഇന്ന് 3ാം തരംഗം വരുന്നു എന്നുള്ള വാർത്തകൾ വരികയാണ്. അതുകൂടി വരുമ്പോൾ നമ്മൾ വീണ്ടും ഭീതിയിലാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം സംസ്ഥാനത്തിൽ രോഗത്തെ പിടിച്ചു നിർത്തുക, ഏറ്റവും പെട്ടെന്ന് ജനങ്ങൾക്ക് ആശ്വാസം പകരുക എന്നുള്ളത് തന്നെയാണ്. അതുമായി മറ്റൊരു കമാൻഡിന് ഇപ്പോൾ ആവശ്യമില്ല. കാരണം അത് ജനങ്ങൾക്കൊക്കെ അറിയുന്നൊരു കാര്യമാണ്. പ്രതിഷേധങ്ങളുണ്ടാവും. കാരണം പെരുന്നാൾ വരുന്നു, കച്ചവടക്കാർക്ക് പട്ടിണിയായിരിക്കാം, പ്രശ്നങ്ങളുണ്ട്. അതെല്ലാം ഗവൺമെൻറ് കാണുന്നുണ്ട്. എല്ലാ തലങ്ങളിലുമുണ്ട്. ഒരു തലങ്ങളിൽ മാത്രം കച്ചവടക്കാർ മാത്രമല്ല, എല്ലാ വിഭാഗം ജനങ്ങൾക്കും ഇതേ പ്രശ്നങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് എത്രയും പെട്ടെന്ന് കാര്യങ്ങൾക്കൊരു തീരുമാനമെടുക്കണം എന്ന് ഗവൺമെൻറ് ഉദ്ദേശിക്കുന്നു. പക്ഷേ രോഗനിർണയത്തിൽ രോഗത്തിൻ്റെ വ്യാപനം കുറയ്ക്കുക എന്നുള്ളതാണ് ആദ്യഘട്ടം. അതുമായി ബന്ധപ്പെട്ട് ആ കാര്യങ്ങൾ നിൽക്കാം. പെരുന്നാളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഇളവുകൾ ഉണ്ടോ എന്ന് പറയേണ്ടത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, അദ്ദേഹം അതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ അറിയിക്കുക. പേരശ്ശന്നൂരിൽ ഒഴുക്കിൽപ്പെട്ട യുവാവിനെ കണ്ടെത്താൻ തിരച്ചിൽ തുടരുകയാണ്. കഴിഞ്ഞ ദിവസം ഉച്ചയോടെയാണ് എടച്ചലം സ്വദേശി സഹദ് ഒഴുക്കിൽപ്പെട്ട് മഴയും വെളിച്ചക്കുറവും കാരണം ഞായറാഴ്ച തെരച്ചിൽ നിർത്തിവെക്കുകയായിരുന്നു. ഞായറാഴ്ച ഉച്ചയോടെയാണ് എടച്ചലം സ്വദേശി പന്നിക്കാലയിൽ അബ്ദുൽ കരീമിന്റെ മകൻ സഹദ് അടക്കം ബന്ധുക്കളായ 3 യുവാക്കൾ ഭാരതപ്പുഴയുടെ പേരശ്ശന്നൂർ കടവിൽ ഒഴുക്കിൽപ്പെട്ടത്. കൂടെയുണ്ടായിരുന്ന 2 പേരെയും രക്ഷപ്പെടുത്തിയത് സഹദായിരുന്നു. എന്നാൽ പിന്നീട് സഹദിനും കരക്ക് കയറാനായില്ല. നാട്ടുകാർ വിവരമറിയിച്ചതിനെ തുടർന്ന് കുറ്റിപ്പുറം CI ശശീന്ദ്രൻ മേലായലിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘവും ഫയർഫോഴ്സും സ്ഥലത്തെത്തി തിരച്ചിൽ ആരംഭിച്ചു. മഴയും പുഴയിലെ ഒഴുക്കും തിരച്ചിലിന് തടസ്സമായിട്ടുണ്ട്. കനത്ത മഴയും വെളിച്ചക്കുറവും കാരണം ഇന്നലെ തിരച്ചിൽ നിർത്തുകയായിരുന്നു. തിങ്കളാഴ്ച രാവിലെ തിരച്ചിൽ പുനരാരംഭിച്ചു. ഞായറാഴ്ച
ഞായറാഴ്ച ഉച്ചയ്ക്ക് 12:40 അപകടം. പേരശ്ശന്നൂർ ദുർഗാ ഭഗവതി ക്ഷേത്രത്തിന് സമീപത്തെ കടവിലാണ് അപകടമുണ്ടായത്. സഹദിന്റെ സഹോദരനും അമ്മാവന്റെ മകനും പുഴയിൽ കുളിക്കുന്നതിനിടെ ഒഴുക്കിൽപ്പെടുകയായിരുന്നു. ഒഴുക്കിൽപ്പെട്ട യുവാക്കളെ സഹദ് രക്ഷപ്പെടുത്തിയെങ്കിലും ഇയാൾക്ക് തിരികെ കയറാനായില്ല. വ്യാപാരികൾക്കും ജീവിക്കണം, എല്ലാ ദിവസവും കടകൾ തുറക്കാൻ അനുവദിക്കുക എന്നാവശ്യപ്പെട്ട വെൽഫെയർ പാർട്ടി ജനകീയ ഒപ്പുശേഖരണം നടത്തി. താനൂരിൽ നടന്ന ഒപ്പുശേഖരണം വ്യാപാരി വ്യവസായ ഏകോപന സമിതി പ്രസിഡന്റ് NN മുസ്തഫ ഉദ്ഘാടനം ചെയ്തു. വ്യാപാരികൾക്കും ജീവിക്കണം, എല്ലാ ദിവസവും കടകൾ തുറക്കാൻ അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച വെൽഫെയർ പാർട്ടി മുഖ്യമന്ത്രിക്ക് കൂട്ട നിവേദനവും ജനകീയ ഒപ്പുശേഖരണവും നൽകുന്നതിന്റെ ഭാഗമായി താനൂർ മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ താനൂർ ഒപ്പുശേഖരണം നടത്തി. താനൂർ മുനിസിപ്പൽ തല ഒപ്പുശേഖരണത്തിന്റെ ഉദ്ഘാടനം വ്യാപാരി വ്യവസായ ഏകോപന സമിതി താനൂർ യൂണിറ്റ് പ്രസിഡന്റ് NN മുസ്തഫ കമാൽ നിർവഹിച്ചു. ചെറുകിട കച്ചവടക്കാരുടെ ദുരിതങ്ങൾക്ക് സർക്കാർ എത്രയും വേഗത്തിൽ ഉചിതമായ പരിഹാരം കാണണമെന്ന് അദ്ദേഹം പറഞ്ഞു. വെൽഫെയർ പാർട്ടി മുനിസിപ്പൽ സെക്രട്ടറി ജാഫർ KK, UN സിദ്ദീഖ്, MC റഹീം, സിറ്റി ഇബ്രാഹിം തുടങ്ങിയവർ സംസാരിച്ചു. C അബ്ദുൽ ലത്തീഫ് അധ്യക്ഷനായിരുന്നു. CP മുഹമ്മദ്, CK കുഞ്ഞു മുഹമ്മദ്, AP അബ്ബാസ്, T ഷുഹൈബ് തുടങ്ങിയവർ സംബന്ധിച്ചു. തിരൂർ നഗരസഭയിൽ 1, 4, 5 വാർഡുകളിൽ ഉൾപ്പെട്ട റോഡിന്റെ ശോചനീയാവസ്ഥയ്ക്ക് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് 5-ാം വാർഡ് മുസ്ലിം ലീഗ് കമ്മിറ്റി നഗരസഭാ ചെയർപേഴ്സണ് നിവേദനം നൽകി. തിരൂർ നഗരസഭയിലെ 1, 4, 5 വാർഡുകൾ ഉൾപ്പെടുന്ന റോഡിന്റെ ശോചനീയാവസ്ഥയ്ക്ക് ഉടൻ പരിഹാരം കാണണമെന്ന് ആവശ്യപ്പെട്ടാണ് 5-ാം വാർഡ് മുസ്ലിം ലീഗ് കമ്മിറ്റി നഗരസഭാ ചെയർപേഴ്സണ് നിവേദനം നൽകിയത്. C മമ്മൂട്ടി MLA ആയിരിക്കുന്ന സമയത്ത് 6 ലക്ഷം രൂപ റോഡിന്റെ നിർമ്മാണത്തിന് അനുവദിക്കുകയും എന്നാൽ കഴിഞ്ഞ മുനിസിപ്പൽ ഭരണസമിതിയുടെ നിരുത്തരവാദ നടപടി കൊണ്ട് ഇത് നടക്കാതെ പോകുകയാണ് ഉണ്ടായതെന്നും വാർഡിലെ കൗൺസിലർ ഭരണമുന്നണിയുടെ ആളായിട്ട് പോലും അതിനോട് മുഖം തിരിക്കുന്ന നടപടിയാണ് ഉണ്ടായതെന്നും വാർഡ് ലീഗ് കമ്മിറ്റി പറഞ്ഞു. ഇതിലൊരു പ്രധാനപ്പെട്ട ഒരു സംഗതി എന്നുള്ളത് 1-ാം വാർഡിനെയും 4-ാം വാർഡിനെയും ചുറ്റിക്കൊണ്ടാണ് ഈ റോഡ് ഉള്ളത്. 5-ാം വാർഡിൽ ഒരു ചെറിയ ഭാഗം മാത്രമാണ്. കഴിഞ്ഞ തവണത്തെ മുനിസിപ്പാലിറ്റി എന്ന് പറഞ്ഞാൽ വെറും കസേരക്കളിയും അതിന്റെ ഒരു ഭാഗമായിട്ട് നീങ്ങിയത് കൊണ്ടാവാം അന്നത്തെ 4-ാം വാർഡിലെയും 1-ാം വാർഡിലെയും കൗൺസിലർമാര് തികച്ചും നിരുത്തരവാദപരമായിട്ട് ഇതിനോട് മൈൻഡ് ചെയ്യാത്തതുകൊണ്ടാണ് ഈ റോഡ് ഇങ്ങനെ കിടന്നതെന്ന് നമ്മൾ ഉറച്ചു വിശ്വസിക്കുന്നുണ്ട്. പക്ഷെ ഇപ്പോ നമുക്ക് മുന്നിലുള്ള ഈ ഒരു മുനിസിപ്പൽ ഭരണം നമ്മൾ ഏറെ പ്രതീക്ഷ നൽകുന്നതാണ് നഗരസഭയിലെ ഓരോരുത്തർക്കും. അപ്പൊ അതിന് അങ്ങയുടെ മുന്നിൽ ഞങ്ങളൊരു നിവേദനം തരികയാണ്. അങ്ങും യാത്ര ചെയ്ത റോഡാണത്, അങ്ങേക്ക് പറഞ്ഞു തരേണ്ട കാര്യമില്ല. അപ്പൊ എത്രയും പെട്ടെന്ന് അതിനൊരു ഇടപെടലുണ്ടായി പെട്ടെന്ന് കഴിയുന്ന രീതിയിൽ അതൊന്ന് യാഥാർത്ഥ്യമാക്കാൻ പരിശ്രമിക്കണം എന്നുള്ളൊരു നിവേദനം തരാനാണ് വാർഡ് മുസ്ലിം ലീഗിന്റെ നേതാവായിട്ടുള്ള ഉസ്താദിന്റെയും ഷെരീഫാഖാന്റെയും ഒക്കെ നേതൃത്വത്തിൽ ഞങ്ങൾ എത്തിയിട്ടുള്ളത്. ചടങ്ങിൽ C അബ്ദുറഹ്മാൻ മുസ്ലിയാർ, ഷെരീഫ് തറാൽ കണ്ടത്തിൽ, ബാബു മംഗല, മിസ്ഹാബ് VP, മൻസൂർ, ഷാഫി, അഷറഫ് ജുനൈദ്, സുലൈമാൻ, ഇക്ബാൽ തുടങ്ങിയവർ പങ്കെടുത്തു. റോഡിന്റെ ശോചനീയാവസ്ഥയ്ക്ക് എത്രയും വേഗം പരിഹാരം കാണണമെന്ന് നഗരസഭാ ചെയർപേഴ്സൺ AP നസീമ പറഞ്ഞു. ഈ പുതിയ ഭരണസമിതി വന്നതിന് ശേഷം ഞാൻ ഒരുപാട് തവണ ആ റോഡിലൂടെ സഞ്ചരിക്കുകയും ആ റോഡിന്റെ ശോചനീയാവസ്ഥ മനസ്സിലാക്കുകയും ചെയ്തിട്ടുണ്ട്. വളരെയധികം പ്രയാസമുണ്ട് ആ റോഡ്. ഈ കഴിഞ്ഞ 5 വർഷത്തെ ഭരണസമിതി ആ റോഡിന് വേണ്ടത്ര പരിഗണന നൽകിയിട്ടില്ല എന്ന് മനസ്സിലാക്കുന്നു. കാരണം അത്രയും മോശമായ അവസ്ഥയിലാണ് റോഡ് സ്ഥിതി ചെയ്യുന്നത്. നമുക്കറിയാം, എത്രയും പെട്ടെന്ന് ആ പ്രദേശവാസികളുടെ പ്രയാസം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നമ്മൾ അതിനു വേണ്ട ആ റോഡിന്റെ ഇപ്പോൾ നിലവിലുള്ള അവസ്ഥ മാറ്റി അതിനെ നവീകരിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാന് പുതിയ ഈ ഭരണസമിതി ഉറപ്പായിട്ടും അതിനുവേണ്ടി ശ്രമിക്കുമെന്നാണ് പറയാനുള്ളത്. തീർച്ചയായും അതിനുവേണ്ടിയുള്ള നടപടികളുമായിട്ട് തന്നെ മുന്നോട്ട് പോകും. തിരു മുനിസിപ്പാലിറ്റിയിലെ 1, 4, 5 വാർഡുകൾ ഉൾപ്പെടുന്ന ട്രസ്റ്റ് പ്ലാസ, ഫാത്തിമാത, മുഹമ്മദ് അബ്ദുറഹ്മാൻ റോഡിന്റെ ശോചനാവസ്ഥയ്ക്ക് പരിഹാരം കാണുന്നതിന് കൗൺസിലറുടെയും നാട്ടുകാരും ചേർന്ന് കായിക റെയിൽവേ മന്ത്രിയായ V അബ്ദുറഹ്മാന് നിവേദനം സമർപ്പിച്ചു. അഞ്ചാം വാർഡ് കൗൺസിലർ KP ജഫ്സൽ, നൌഷാദ്, ജലീൽ, സുലൈമാൻ, അബ്ദുറഹ്മാൻ, അഷ്റഫ്, ഷംസു, താജുദ്ദീൻ, നിസാർ എന്നിവർ ചേർന്നാണ് നിവേദനം സമർപ്പിച്ചത്. പാചകവാതക ഡീസൽ പെട്രോൾ വില വർധനവിൽ പ്രതിഷേധിച്ച് തിരൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി സൈക്കിൾ റാലി നടത്തി. വെട്ടം പരിയാപുരത്ത് നിന്ന് ആരംഭിച്ച സൈക്കിൾ റാലി തിരൂരിൽ സമാപിച്ചു. DC സെക്രട്ടറി പന്തോളി മുഹമ്മദ് അലി ഉദ്ഘാടനം ചെയ്തു. പാചകവാതക ഡീസൽ പെട്രോൾ വില വർധനവിൽ പ്രതിഷേധിച്ചാണ് തിരൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സൈക്കിൾ റാലി സംഘടിപ്പിച്ചത്. വെട്ടം പരിയാപുരത്ത് നിന്ന് ആരംഭിച്ച റാലി DC സെക്രട്ടറി പന്തോളി മുഹമ്മദ് അലി ഉദ്ഘാടനം ചെയ്തു. നമുക്കറിയാം, പെട്രോൾ, ഡീസൽ, പാചകവാത വിലകൾ എങ്ങനെയാണ് ഇത്രയും ഉയർന്നത് എന്ന്
നമുക്കേവർക്കും അറിയാവുന്ന കാര്യമാണ്. കാരണം 6 വർഷങ്ങൾക്ക് മുമ്പ് ക്രൂഡ് ഓയിലിൻ്റെ വില 140 രൂപയായപ്പോൾ അവിടെ UPA ഭരിക്കുന്ന ആ അവസരത്തിൽ 70 രൂപയ്ക്ക് നമുക്ക് പെട്രോൾ കൊടുക്കുവാൻ സാധിച്ചു. പക്ഷേ അന്ന് പെട്രോൾ നമ്മൾ കമ്പനിക്ക് വിട്ടു വില നിശ്ചയിക്കാൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ സമരം നടത്തുന്നത്. ബ്ലോക്ക് പ്രസിഡന്റ് പി രാമൻകുട്ടി അധ്യക്ഷനായിരുന്നു. ഇന്ന് കേരളത്തിലെ 280 ബ്ലോക്കുകളിലും സൈക്കിൾ പ്രതിഷേധ ജാഥയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ തിരൂർ ബ്ലോക്ക് തല ഉദ്ഘാടനം പരിയാപുരത്ത് നിന്ന് മാങ്ങാട്ടി വഴി തിരൂരെത്തിച്ചേരുന്ന ഒരു സൈക്കിൾ റാലിക്കാണ് ഇന്നിവിടെ തുടക്കം കുറിക്കുന്നത്. DC സെക്രട്ടറി അഡ്വക്കേറ്റ് കെ പത്മകുമാർ, യാസിർ പൊട്ടച്ചോല, MT വാസു, CV വിമൽകുമാർ, കുഞ്ഞമുട്ടി, CP മുഹമ്മദ് അലി, വിജയൻ ചമ്പഞ്ചേരി, ഫൗസി നാസർ, അഡ്വക്കേറ്റ് രാജേഷ്, മുക്കാട്ടിൽ അലവിക്കുട്ടി, യാസിർ പയ്യോളി, അഡ്വക്കേറ്റ് രതീഷ് കൃഷ്ണ, നൌഷാദ് പരനേക്കാട, ജാസി പാറയിൽ, കൃപാധരൻ തുടങ്ങിയവർ സംബന്ധിച്ചു. ഇന്ധനവില വർധനവിൽ പ്രതിഷേധിച്ച് സൈക്കിൾ റാലിയുമായി കോൺഗ്രസ്. തിരുനാവായ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത്. തിരുനാവായ മുതൽ താഴത്തറ വരെയായിരുന്നു റാലി. ഇന്ധനവില വർധനവ് പിൻവലിക്കുക, സർക്കാരുകളുടെ നികുതി കൊള്ള അവസാനിപ്പിക്കുക, ജനങ്ങളുടെ സർക്കാരുകൾ നീതി പുലർത്തുക, പെട്രോൾ ഡീസൽ പാചകവാതക വില വർധനവിലൂടെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളും എണ്ണക്കമ്പനികളും ജനങ്ങളെ കൊള്ളടിക്കുന്ന അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് തിരുനാവായ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തിരുനാവായ ഗാന്ധി സ്തൂപത്തിന് സമീപത്ത് നിന്ന് സൈക്കിൾ റാലി സംഘടിപ്പിച്ചത്. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് PC അബ്ദുറഹിമാൻ മാസ്റ്റർ നേതൃത്വം കൊടുത്ത പരിപാടി DCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് KA പത്മകുമാർ ഉദ്ഘാടനം ചെയ്തു. അച്ചമ്പാണ്ട് ബീരാൻകുട്ടി, മുളക്കൽ മുഹമ്മദ് അലി, രാമചന്ദ്രൻ നെല്ലിക്കുന്ന, ആബിദ് മുഞ്ഞക്കൽ, P നൌഷാദ് മാസ്റ്റർ, N മുഹമ്മദ്, മുസ്തഫ കുന്നത്ത, നാസർ ഹാജി കന്മനം തുടങ്ങിയവർ പങ്കെടുത്തു. വ്യാപാരികൾക്കും തൊഴിലാളികൾക്കും ജീവിക്കണം. കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ച് മുഴുവൻ കടകളും തുറന്നു പ്രവർത്തിക്കാൻ സർക്കാർ അനുവദിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് മുസ്ലിം യൂത്ത് ലീഗ് താനൂർ മുനിസിപ്പൽ കമ്മിറ്റി ഐക്യദാർഢ്യ നിൽപ്പ് സമരം സംഘടിപ്പിച്ചു. നിയോജകമണ്ഡലം മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി MP അഷ്റഫ് ഉദ്ഘാടനം ചെയ്തു. വ്യാപാരികൾക്കും തൊഴിലാളികൾക്കും ജീവിക്കണം. കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ച് മുഴുവൻ കടകളും തുറന്നു പ്രവർത്തിക്കാൻ സർക്കാർ അനുവദിക്കണമെന്നാവശ്യപ്പെട്ടാണ് താനൂർ മുനിസിപ്പൽ യൂത്ത് ലീഗ് കമ്മിറ്റി ഐക്യദാർഢ്യ നിൽപ്പ് സമരം സംഘടിപ്പിച്ചത്. മുസ്ലിം ലീഗ് നിയോജക മണ്ഡലം പ്രസിഡന്റ് MP അഷ്റഫ് ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ മുൻ ജില്ലാ യൂത്ത് ലീഗ് സെക്രട്ടറി K സലാം, നിയോജക മണ്ഡലം MSF ജനറൽ സെക്രട്ടറി MP നിസാം, മുൻ നഗരസഭാ കൗൺസിലർ കാസിം ടിപ്പു എന്നിവർ സംസാരിച്ചു. നിൽപ്പ് സമരത്തിന് വടക്കയിൽ റഷീദ, ഇബ്രാഹിം, RP ഫൈസൽ, TP ബഷീർ, സുഹൈൽ, ഇർഷാദ്, കോയ പുതിയടപ്പുറം, വൈറ്റ് ഗാർഡ് ക്യാപ്റ്റൻ ഹസീർ, നൌഫൽ വാഴക്കത്തെരു, CP നൌഫൽ, സഹീർ കാരാട്, റാഫി, സാദിഖ് പന്തക്കപ്പാടം, അൻഷാദ് പന്തക്കപ്പാടം, ഇക്ബാൽ പന്തക്കപ്പാടം തുടങ്ങിയവർ നേതൃത്വം നൽകി. എയ്ഡഡ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകരുടെ ശമ്പള പരിഷ്കരണം സമയബന്ധിതമായി പൂർത്തിയാക്കുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾ ഉയർത്തി ഹയർ സെക്കൻഡറി അധ്യാപകർ RDD ഓഫീസ് ധർണ നടത്തി. ധർണ സംസ്കാര സാഹിതി സംസ്ഥാന ചെയർമാൻ ആര്യടൻ ഷൗക്കത്ത് ഉദ്ഘാടനം ചെയ്തു. എയ്ഡഡ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകരുടെ ശമ്പള പരിഷ്കരണം സമയബന്ധിതമായി പൂർത്തിയാക്കുക, ഗ്രേഡുകൾ PF ലോണുകൾ പാസ്സാക്കുന്നതിലെ കാലതാമസം ഒഴിവാക്കുക, RDD ഓഫീസിലെ ഒഴിഞ്ഞുകിടക്കുന്ന തസ്തികകളിൽ നിയമനം നടത്തുക, അധ്യാപക പ്രിൻസിപ്പൽ അപ്രൂവൽ നടപടി വേഗത്തിലാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് എയ്ഡഡ് ഹയർ സെക്കൻഡറി ടീച്ചേഴ്സ് അസോസിയേഷൻ മലപ്പുറം, പാലക്കാട് ജില്ലാ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ധർണ നടത്തിയത്. ധർണ സംസ്കാര സാഹിതി സംസ്ഥാന ചെയർമാൻ ആര്യടൻ ഷൗക്കത്ത് ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ C അജിത് കുമാർ അധ്യക്ഷനായിരുന്നു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് മാത്യു കല്ലടിക്കോട്, അക്കാദമിക് കൗൺസിൽ കൺവീനർ മനോജ് ജോസ്, KPCC അംഗം P ഇഫ്തിഖാറുദ്ദീൻ, ഡോക്ടർ AC പ്രവീൺ, ഉണ്ണികൃഷ്ണൻ അങ്ങാടിപ്പുറം, ഷാം കൊണ്ടോട്ടി, IM സാജിദ് തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് ഹയർ സെക്കൻഡറി റീജിയണൽ ഡെപ്യൂട്ടി ഡയറക്ടർക്ക് നിവേദനം നൽകി. കേന്ദ്ര സർക്കാരിന്റെ വേട്ടയാടലിനെതിരെ ലക്ഷദ്വീപ് ജനത ഒറ്റയ്ക്കാവില്ല എന്ന മുദ്രാവാക്യമുയർത്തി നാഷണൽ യൂത്ത് ലീഗ് ലക്ഷദ്വീപ് ഐക്യദാർഢ്യ ഓൺലൈൻ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. മന്ത്രി അഹമ്മദ് തേവർകോവിൽ ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്തു. ലക്ഷദ്വീപിൽ നടപ്പാക്കുന്ന അഡ്മിനിസ്ട്രേറ്ററുടെ പുതിയ ഭരണപരിഷ്കാരം ജനാധിപത്യ ധ്വംസനമാണെന്ന് മന്ത്രി അഹമ്മദ് തേവർകോവിൽ പറഞ്ഞു. കേന്ദ്ര സർക്കാർ നടപടിയിൽ പ്രതിഷേധിച്ച് ലക്ഷദ്വീപ് ജനത ഒറ്റയ്ക്കാവില്ല എന്ന മുദ്രാവാക്യമുയർത്തി നാഷണൽ യൂത്ത് ലീഗ് സംസ്ഥാന കമ്മിറ്റി നടത്തിയ ലക്ഷദ്വീപ് ഐക്യദാർഢ്യ ഓൺലൈൻ ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം.
നമുക്കറിയാം, തന്ത്രപ്രധാനമായ ഒരു പ്രദേശമാണ് ദ്വീപ് സമൂഹവും അതിനോട് ചേർന്ന് കിടക്കുന്ന കടലും. ഇന്ത്യൻ നാവികസേനയുടെ എല്ലാ ശ്രദ്ധയുമുള്ള ഒരു പ്രദേശം തന്നെയാണ്. പക്ഷെ ആ സംസ്ഥാനത്തിൻ്റെ പ്രത്യേകത, അവിടുത്തെ പോലീസ് സ്റ്റേഷനുകളിൽ ഒരു ക്രിമിനൽ കുറ്റം പോലും രജിസ്റ്റർ ചെയ്യപ്പെടുന്നില്ല എന്ന് പറഞ്ഞാൽ തികച്ചും സമാധാനം ആഗ്രഹിക്കുന്ന, സമാധാനപരമായി ജീവിക്കുന്ന ഒരു ജനതയാണ് അവിടെ ഉള്ളത് എന്ന യാഥാർത്ഥ്യം നമുക്കറിയാം. പക്ഷേ ഈ ഇത്രയും സമാധാനമുള്ള ഒരു രാജ്യത്ത് ഒരു കലാപമുണ്ടാക്കാനുള്ള ശ്രമത്തിന് RSSന്റെ ഒരു നേതാവ് തന്നെ ശ്രമിക്കുന്നു എന്നതാണ് ദുഃഖകരമായ ഒരു സത്യം. നമുക്കറിയാം, നമ്മുടെ ഈ ലക്ഷദ്വീപ് സമൂഹത്തിൽ പ്രിവെൻഷൻ ഓഫ് ആൻറ്റി നാഷണൽ ആക്ടിവിറ്റി ആക്ട് എന്ന ഒരു നിയമം ഒരു കരിനിയമം കൊണ്ടുവരികയുണ്ടായി. ഈ നിയമം യഥാർത്ഥത്തിൽ ഒരു തരത്തിലും തന്നെ ഇത്തരം സമാധാനപരമായി ജനങ്ങൾ താമസിക്കുന്ന ക്രൈം റേറ്റ് കുറഞ്ഞ ഒരു സംസ്ഥാനത്ത് ഏർപ്പെടുത്താൻ പാടുള്ളതല്ല എന്ന യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം. കേരളവുമായി ഏറ്റവും അടുത്ത് ബന്ധം പുലർത്തുന്ന ലക്ഷദ്വീപ് ജനതയുടെ നീതിക്ക് വേണ്ടി കേരളീയ സമൂഹം ഒറ്റക്കെട്ടായി പോരാടണമെന്നും അദ്ദേഹം പറഞ്ഞു. NYയിൽ സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷമീർ പയ്യനങ്ങാടി അധ്യക്ഷനായിരുന്നു. ലക്ഷദ്വീപിൽ രാജ്യത്തിലെ ഏറ്റവും നല്ല സംസ്കാരമുള്ള മനുഷ്യരാണെന്നും അവരെ തകർക്കാൻ അനുവദിക്കരുതെന്നും കേരള സർക്കാർ ചീഫ് വിപ്പ് ഡോക്ടർ N. ജയരാജ് MLA ക്യാമ്പയിൻ അഭിസംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞു. ഇന്ത്യൻ നാഷണൽ ലീഗ് അവരുടെ യൂത്ത് വിഭാഗം, നാഷണൽ യൂത്ത് ലീഗ് ഒറ്റയ്ക്കാവില്ല ലക്ഷദ്വീപ് എന്ന തലക്കെട്ടോടെ നടത്തുന്ന ഐക്യദാർഢ്യ സന്ദേശത്തിനും പ്രവർത്തനത്തിനും പൂഞ്ഞാർ MLA എന്നുള്ള നിലയിൽ ഞാൻ എല്ലാവിധമായ പിന്തുണയും അഭിവാദ്യവും ഐക്യദാർഢ്യവും അറിയിക്കുകയാണ്. CPM സംസ്ഥാന സെക്രട്ടറി അംഗം MV ജയരാജൻ, ലക്ഷദ്വീപ് MP മുഹമ്മദ് ഫൈസൽ, DYFI സംസ്ഥാന സെക്രട്ടറി AR റഹീം, INL സംസ്ഥാന പ്രസിഡന്റ് പ്രൊഫസർ AP അബ്ദുൽ വഹാബ്, INL സംസ്ഥാന ജനറൽ സെക്രട്ടറി കാസിം ഇരിക്കൂർ, ഡോക്ടർ KT ജലീൽ MLA, PC ചാക്കോ, B ഹംസ ഹാജി, KP മോഹനൻ MLA, PT റഹീം MLA, ഡോക്ടർ ഹുസൈൻ അണ്ടത്താണി, P സുബാൽ MLA തുടങ്ങിയവർ സംബന്ധിച്ചു. ഏതൊരു ജനതയുടെയും തനത് സംസ്കാരം സംരക്ഷിക്കുവാനുള്ള തീവ്രമായ നിലപാട് ആ ജനതയോട് ചെയ്യുന്ന ഏറ്റവും പ്രകടമായ ഐക്യദാർഢ്യമാണ്. ആ ഐക്യദാർഢ്യത്തിന് കേന്ദ്ര സർക്കാർ തയ്യാറാകുന്നില്ല. അവിടുത്തെ അഡ്മിനിസ്ട്രേറ്ററിലൂടെ അതിനെ അട്ടിമറിക്കാൻ വേണ്ടി കേന്ദ്രം ശ്രമിക്കുന്നു എന്നുള്ളത് വളരെയധികം പ്രതിഷേധാർഹമായിട്ടുള്ള കാര്യമാണ്. ഈ വിഷയത്തിൽ ജനങ്ങൾ ഒത്തൊരുമിച്ച് ലക്ഷദ്വീപ് ജനതയുടെ ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച് മുന്നോട്ട് വന്നിട്ടുണ്ട്. അവരുടെ തനത് സംസ്കാരം നിലനിർത്തുന്നതിന് നടത്തപ്പെടുന്ന ഈ എല്ലാ പ്രക്ഷോഭ പരിപാടികളോടും ഐക്യപ്പെടുക എന്നുള്ളത് ഏതൊരു മനുഷ്യസ്നേഹിയുടെയും ജനാധിപത്യ മതേതര വിശ്വാസിയുടെയും ചുമതലയാണ്. ആ ചുമതലാ നിർവഹണം അതിൻ്റെ ഭംഗിയിൽ നിർവഹിക്കാൻ നാഷണൽ യൂത്ത് ലീഗ് തയ്യാറായി എന്നുള്ളതിൽ ഞാൻ അവരെ ഒരിക്കൽ കൂടി അനുമോദിക്കുന്നു. സംസ്ഥാനത്ത് കോവിഡ് പ്രതിദിന പരിശോധനകളും രോഗികളുടെ എണ്ണവും കുറഞ്ഞു. 7798 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 24 മണിക്കൂറിന്റെ 85,307 സാമ്പിളുകളാണ് പരിശോധിച്ചത്. DPR 9.14%. 100 മരണങ്ങൾ കൂടി സ്ഥിരീകരിച്ചു. ആകെ മരണസംഖ്യ 14,686 ആയി. 11,447 പേർ രോഗമുക്തി നേടി. സംസ്ഥാനത്ത് നിന്ന് 7,798 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. തൃശൂർ 1092, കോഴിക്കോട് 780, കൊല്ലം 774, മലപ്പുറം 722, തിരുവനന്തപുരം 676, പാലക്കാട് 664, ആലപ്പുഴ 602, എറണാകുളം 582, കാസർഗോഡ് 553, കണ്ണൂർ 522, കോട്ടയം 363, പത്തനംതിട്ട 202, വയനാട് 137, ഇടുക്കി 129 എന്നിങ്ങനെയാണ് ജില്ലകളിൽ നിന്ന് രോഗബാധ സ്ഥിരീകരിച്ചത്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 85,307 സാമ്പിളുകളാണ് പരിശോധിച്ചത്. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 9.14 ആണ്. കഴിഞ്ഞ ദിവസങ്ങളുണ്ടായ 100 മരണങ്ങളാണ് കോവിഡ് മൂലമാണെന്ന് ഇന്ന് സ്ഥിരീകരിച്ചത്. ഇതോടെ ആകെ മരണം 14,686 ആയി. ഇന്ന് രോഗം സ്ഥിരീകരിച്ചവരിൽ 32 പേർ സംസ്ഥാനത്ത് നിന്ന് പുറത്തുനിന്ന് വന്നവരാണ്. 7,202 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. 530 പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല. 34 ആരോഗ്യ പ്രവർത്തകർക്കാണ് രോഗം ബാധിച്ചത്. രോഗം സ്ഥിരീകരിച്ച് ചികിത്സയിലായിരുന്ന 11,447 പേർ രോഗമുക്തി നേടി. സംസ്ഥാനത്തെ വിവിധ ജില്ലകളിലായി 3,81,673 പേരാണ് ഇപ്പോൾ നിരീക്ഷണത്തിലുള്ളത്.
ജില്ലയിലും രോഗബാധിതരുടെ എണ്ണം ഗണ്യമായി കുറഞ്ഞു. ജില്ലയിൽ 722 പേർക്ക് വൈറസ് ബാധയുണ്ടായി. സമ്പർക്കത്തിലൂടെ 705 പേർ രോഗികളായി. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 9.64%. 1485 പേർക്ക് രോഗമുക്തി. ജില്ലയിൽ ഇതുവരെ 1308 പേരാണ് കോവിഡ് ബാധിച്ച് മരിച്ചത്. മലപ്പുറം ജില്ലയിൽ തിങ്കളാഴ്ച 722 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. 9.64% ജില്ലയിലെ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക്. 705 പേർക്ക് രോഗികളുമായി നേരിട്ടുള്ള സമ്പർക്കത്തിലൂടെയാണ് വൈറസ് ബാധയുണ്ടായിട്ടുള്ളത്. 12 പേർക്ക് വൈറസ് ബാധ ഉണ്ടായതിന്റെ ഉറവിടം കണ്ടെത്താനായിട്ടില്ല. കൂടാതെ ഇതര സംസ്ഥാനത്ത് നിന്നെത്തിയ 5 പേർക്കും രോഗബാധ സ്ഥിരീകരിച്ചിട്ടുണ്ട്. 1485 പേരാണ് ജില്ലയിൽ തിങ്കളാഴ്ച രോഗമുക്തരായത്. ഇതോടെ കോവിഡ് മുക്തരായി സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചെത്തിയവരുടെ എണ്ണം 3,37,379 46,624 പേരാണ് ജില്ലയിൽ നിലവിൽ വിവിധ കേന്ദ്രങ്ങളിലായി നിരീക്ഷണത്തിൽ കഴിയുന്നത്. ജില്ലയിൽ ഇതുവരെ 1,308 പേരാണ് കോവിഡ് ബാധിതരായി മരിച്ചത്. DPR ഉയർന്നു. തിരൂർ നഗരസഭ C കാറ്റഗറിയിൽ കാര്യമറിയാതെ നഗരത്തിലെത്തിയവർ വട്ടം കറങ്ങി. തിരൂർ നഗരസഭ C കാറ്റഗറിയിൽ DPR നിരക്ക് കൂടിയതാണ് C കാറ്റഗറിയിൽ ഉൾപ്പെടാൻ കാരണം ഇടയായത്. ലോക്ക്ഡൌൺ ആയത് അറിയാതെ വിവിധ ആവശ്യങ്ങൾക്ക് നഗരത്തിലെത്തിയവർ മടങ്ങി. രാവിലെ മുതൽ വലിയ ഗതാഗത കുരുക്കാണ് ഇവിടെ അനുഭവപ്പെട്ടത്. ശനിയും ഞായറും ലോക്ക്ഡൌൺ ആയതിനാൽ തിങ്കളാഴ്ച ആളുകൾ കൂട്ടത്തോടെ എത്തുകയായിരുന്നു. സ്വർണവും വസ്ത്രങ്ങളും വാങ്ങാനെത്തിയവരും ഗൾഫ് മാർക്കറ്റിലേക്ക് വന്നവരും വന്ന വാഹനത്തിൽ തന്നെ മടങ്ങി. അവശ്യ സാധനങ്ങളുടെ കടകൾ മാത്രമാണ് തുറന്നിരുന്നത്. ഉച്ചയ്ക്ക് 2 മണിയോടെ എല്ലാ കടകളും അടയ്ക്കണമെന്ന തരത്തിൽ ചില വ്യാജ സന്ദേശങ്ങൾ പരക്കുകയും ചെയ്തിരുന്നു. ഇതോടെ ചില പച്ചക്കറി പലചരക്ക് കടക്കാരും അടച്ചു. എന്നാൽ C കാറ്റഗറിയിൽപ്പെട്ട സ്ഥലങ്ങളിൽ വൈകിട്ട് 7 മണിവരെ അവശ്യ സാധനങ്ങൾ വിൽക്കുന്നവർക്ക് തുറന്ന് പ്രവർത്തിക്കാമെന്ന് ചേംബർ ഓഫ് കൊമേഴ്സ് സെക്രട്ടറി PP അബ്ദുറഹ്മാൻ പറഞ്ഞു. തിങ്കളാഴ്ച വ്യാപാരികൾ സ്വന്തം ചെലവിൽ ആന്റിജൻ പരിശോധന നടത്തി. 160 പേർക്കാണ് പരിശോധന നടത്തിയത്. ഇതിൽ ആർക്കും കോവിഡ് സ്ഥിരീകരിച്ചിട്ടില്ല. ചൊവ്വാഴ്ച നഗരസഭയുടെ നേതൃത്വത്തിൽ ടെസ്റ്റ് നടത്തുന്നുണ്ട്. അതേസമയം സംസ്ഥാനത്ത് ലോക്ക്ഡൌൺ നീക്കിയപ്പോൾ D കാറ്റഗറിയിൽപ്പെട്ട ജില്ലയിലെ ഏക തദ്ദേശ സ്ഥാപനമായ തിരുനാവായ DPR കുറച്ച് A കാറ്റഗറിയിൽ എത്താറായി. നിലവിൽ ജില്ലയിൽ ഏറ്റവും കുറവ് DPR രേഖപ്പെടുത്തിയതും ഇവിടെയാണ്. താനൂർ നഗരസഭാ പരിധിയിൽ മെഗാ വാക്സിനേഷൻ ക്യാമ്പ് സംഘടിപ്പിച്ചു. താനൂർ TVS ഓഡിറ്റോറിയത്തിൽ നടന്ന ക്യാമ്പിൽ 640 പേർ വാക്സിൻ സ്വീകരിച്ചു. 210 പേർക്ക് കോവിഡ് പരിശോധന നടത്തിയതിൽ 2 പേരുടെ പരിശോധനാ ഫലം പോസിറ്റീവായി. വാക്സിനേഷൻ കേന്ദ്രത്തിൽ മതിയായ സൗകര്യമൊരുക്കിയില്ലെന്ന ആക്ഷേപവും ഉയർന്നു. ട്രിപ്പിൾ ലോക്ക്ഡൌണിലായ താനൂർ നഗരസഭയിൽ രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി. ഇതിന്റെ ഭാഗമായി മെഗാ വാക്സിനേഷൻ ക്യാമ്പിന് തുടക്കമായി. ആദ്യ ദിനം 640 പേരാണ് വാക്സിൻ സ്വീകരിച്ചത്. TVS ഹാളിലാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത്. ചൊവ്വാഴ്ചയും ക്യാമ്പ് നടക്കും. കോവിഡ് പരിശോധനയും നഗരസഭാ പരിധിയിൽ നടക്കുന്നുണ്ട്. തിങ്കളാഴ്ച 210 പേർക്ക് പരിശോധന നടത്തിയതിൽ 2 പേരുടെ പരിശോധനാ ഫലമാണ് പോസിറ്റീവായത്. അതേസമയം വാക്സിനേഷൻ കേന്ദ്രത്തിന് ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കിയില്ലെന്ന പരാതിയും ഉയർന്നിട്ടുണ്ട്. ആളുകൾ കൂട്ടത്തോടെ എത്തുന്നത് രോഗവ്യാപനം കൂട്ടാൻ ഇടയാക്കുമെന്ന ആശങ്കയും ഉയർന്നിട്ടുണ്ട്. ആളുകളെ അകലം പാലിച്ച് നിർത്തി കൂടുതൽ സൗകര്യങ്ങൾ ഒരുക്കണമെന്ന ആവശ്യമാണ് ഉയർന്നിട്ടുള്ളത്. കോപ്പ അമേരിക്കൻ ഫുട്ബോൾ മത്സരത്തിൽ അർജന്റീനയുടെ വിജയത്തിൽ ആഹ്ലാദം പ്രകടിപ്പിച്ച് കൂട്ടായി ആശാൻപടിയിൽ പായസം വിതരണം ചെയ്തു. കോപ്പ അമേരിക്ക മത്സരത്തിൽ കിരീടം ചൂടിയ അർജന്റീനയുടെ വിജയത്തിൽ ആഹ്ലാദം പ്രകടിപ്പിച്ചാണ് കൂട്ടായി ആശാൻപടിയിൽ അർജന്റീന ഫാൻസിന്റെ നേതൃത്വത്തിൽ പായസ വിതരണം നടത്തിയത്. 1500 പേർക്കാണ് പായസവും പൊരിയും വിതരണം ചെയ്തത്. 28 വർഷമായിട്ടുള്ള ഞങ്ങളെ മനസ്സിൽ അടക്കി പിടിച്ചിട്ടുള്ള ഒരു വികാരമാണ്. അതിന്ന് ഞങ്ങൾ നേടിയെടുത്ത് അപ്പൊ അതിന്റെ ആഘോഷമാണ് ഇവിടെ നടന്നിട്ടുള്ളത്. 28 കൊല്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഉതകുന്നതായിട്ടുള്ള വിജയം. കാരണം ബ്രസീലിന്റെ തറവാട്ടിൽ ചെന്നിട്ട് ബ്രസീലിന്റെ അപ്പന്മാരെ തോൽപ്പിച്ചതിന് കപ്പെടുക്കാനുള്ള ഉണ്ടാക്കി നിർമ്മിച്ചിട്ടുള്ള സ്റ്റേഡിയത്തിലാണ് ഞങ്ങളെ മിഷിയ ഇന്ന് കിരീടം ചൂടിയിട്ടുള്ളത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. 50ന്റെ തിളക്കത്തിൽ തിരൂർ നഗരസഭ. നഗരവികസനത്തിന് രാഷ്ട്രീയം നോക്കാതെ ഒന്നിച്ചു നിൽക്കണമെന്ന് മന്ത്രി V അബ്ദുറഹ്മാൻ. ഏതു പദ്ധതിക്കും പൂർണ്ണ പിന്തുണയെന്ന് മന്ത്രിയുടെ ഉറപ്പ്. തിരൂർ നഗരസഭയുടെ സുവർണ ജൂബിലി ആഘോഷത്തിന് തുടക്കമായി. പാർലമെന്ററി ജീവിതത്തിന് തുടക്കമിട്ട തിരൂർ നഗരസഭയുടെ സ്വീകരണം ഏറ്റുവാങ്ങി മന്ത്രി അബ്ദുറഹ്മാൻ. മാധ്യമപ്രവർത്തകനെ മർദ്ദിച്ച തിരൂർ CIക്കെതിരെ നടപടി വൈകുന്നു. പ്രതിഷേധിച്ച KRMU നിൽപ്പ് സമരം സംഘടിപ്പിച്ചു. ഇന്ധനവില വർധനവിനെതിരെ സൈക്കിൾ റാലിയുമായി കോൺഗ്രസ്. തിരൂരിലും തിരുനാവായിലും പ്രതിഷേധം സംഘടിപ്പിച്ചു. കടകൾ തുറക്കുന്ന കാര്യത്തിൽ ആരോടും പാർഷ്വാലിറ്റി കാണിച്ചിട്ടില്ലെന്നും ഘട്ടം ഘട്ടമായി തുറന്നുകൊടുക്കാൻ തന്നെയാണ് സർക്കാർ ശ്രമിക്കുന്നതെന്നും കായിക വകുപ്പ് മന്ത്രി V അബ്ദുറഹ്മാൻ പറഞ്ഞു.
പ്രതിദിന കോവിഡ് പരിശോധനകളുടെ എണ്ണം കുറഞ്ഞു. കേരളത്തിൽ 7798 പേർക്ക് കോവിഡ് ബാധ. പരിശോധിച്ചത് 85,307 സാമ്പിളുകൾ. DPR 9.14%. 100 മരണങ്ങൾ കൂടി സ്ഥിരീകരിച്ചു. 11,447 പേർ രോഗമുക്തി നേടി. മലപ്പുറത്ത് 722 പേർക്ക് വൈറസ് ബാധിച്ചു. DPR 9.64%. 1485 പേർക്ക് രോഗമുക്തി. ആകെ മരണസംഖ്യ 1308. ഇതോടുകൂടി വാർത്ത അവിടെ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.